ഹലോ എവരി വൺ, ബ്രാൻഡ് സ്റ്റോറീസ് വിത്ത് ഹോം ബിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ദീപു വിജയൻ സാറിൻ്റെ റെസിഡൻസിലാണുള്ളത്. സർ 23 ഇയേഴ്സ് ആയിട്ട് ഫെനസ്റ്റ മാറ്റാത്ത ഒരു ഹാൻഡിൽ ഡിസൈൻ ഇതാ. ബാക്കി ഹാൻഡിൽസിലൊക്കെ പല മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഫെനസ്റ്റയിൽ നിന്ന് ഇതുവരെ മാറ്റാത്ത ഒരു ഹാൻഡിൽ സിസ്റ്റം വന്നിട്ട് കാഷ്യോ ഹാൻഡിലാണ്. ഇത് പ്യുവർലി ഫ്ലഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സാറിന് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സ്മൂത്ത്നെസ് അതിൽ കിട്ടുകയും ചെയ്യും. You for choosing home base solution for your Fenesta windows and doors. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 month ആയിട്ടുണ്ട് നിങ്ങൾ. 1 month എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? ആക്ച്വലി നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത്രയും ഒരു എക്സ്പെക്ടേഷൻ നമുക്കില്ലായിരുന്നു. അപ്പോൾ യൂസ് ചെയ്ത് വരുന്നതോളം ശരിക്കും നമ്മുടെ ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരുക. എടുത്ത ഡിസിഷൻ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കറക്റ്റാണ്. ശരി, എല്ലാവരും നമ്മൾ ഒരു വുഡിലോട്ട് പോകുന്ന വുഡാണോ UPVC ആണോ എന്നുള്ള ചിന്തിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് സാർ UPVCയിലോട്ട് വരാനും ഫെനസ്റ്റ എന്നുള്ള UPVCയിലോട്ട് വരാനുള്ള ഒരു കാരണം? ശരിക്കും നമ്മുടെ ആർക്കിടെക്റ്റാണ് ആദ്യം UPVC കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ശരിക്കും പുറത്ത് അന്വേഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3-4 ലോക്കൽ ബ്രാൻഡിലോട്ട് ആദ്യം പോയി. ഒരു ബൈഡി എന്നൊരു പ്രോഡക്റ്റ് അപ്പം ഷെഫീഖിനോട് പറഞ്ഞിട്ട് മനസ്സിലായി. പക്ഷേ എന്നിട്ട് ഞാൻ അവരുടെ പ്രോഡക്റ്റും നിങ്ങളുടെ പ്രോഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫിനിഷിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ കണ്ടില്ല. അതാണ് ആക്ച്വലി സംഭവിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഫെനസ്റ്റയിലോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. സാറിൻ്റെ വീട് മൊത്തം നോക്കുവാണെങ്കിൽ പലയിടത്തും സാർ ഗ്രില്ല് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഓപ്പൺ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതെ അതെ അതെ. ഇപ്പം വീട്ടിൽ ഇച്ചിരി സാറിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു ഡിസൈനിനോട് കൂടി ഗ്ലാസ് മാത്രമായിട്ട് ഏരിയ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്? പക്ഷേ ഇങ്ങനെ വേണ്ട നമുക്ക് ഇല്ല, അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ചോദിച്ചു ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ലെങ്കിലും അത് അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉള്ളതായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ആക്ച്വലി നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവുന്നത്. അപ്പം ആൾക്കാർക്ക് ഇപ്പം ഒരു കോമൺ മാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയില്ല. ശരിക്കും ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂസോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഇല്ല, നമുക്ക് ഏറ്റവും സേഫ് ആണ്. അങ്ങനെ ഒരു നമ്മളിപ്പോ എവിടെയൊക്കെ ഫുള്ള് ഗ്ലാസ് ആയാൽ പോലും അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അല്ല, നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഇങ്ങനെ ഒരു വീട് ആരും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അനിയത്തി ഇപ്പോൾ ഉടനെ ഒരു വിത്തിൻ 1 year പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവരും ഈ ഒരു കോൺസെപ്റ്റിലോട്ടാണ്. ഇപ്പം ഇത് കണ്ടവരെല്ലാം ഇനി മിക്കവാറും ഈ ഒരു രീതിയിലേക്ക് തന്നെ വരും. എങ്ങനെയുണ്ട് സാർ ഓവറോൾ ഹോം ബേസിൽ നിന്ന് സാറിന് തന്ന സർവീസ്? എൻഡ് ഓഫ് ആദ്യം മെഷർമെന്റ് എടുക്കുന്ന തൊട്ട് ഫൈനൽ സ്റ്റേജിൽ ഇൻസ്റ്റാൾ ചെയ്ത് മാറുന്ന ഒരു ഹോം ബേസിൽ നിന്ന് സാറിന് കിട്ടിയ സർവീസും സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇൻസുലേഷൻ ആണെങ്കിലും മെഷർമെന്റ് ആണെങ്കിലും കൃത്യസമയത്ത് തന്നെ വന്നു. പിന്നെ എനിക്ക് ഈ അവസാനം ഈ പാർട്ടീഷൻ സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തും ഷെഫീഖിനെ നന്നായിട്ട് സഹായിച്ചു. 2 ദിവസം മുമ്പ് തന്നെ അതും കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഒരു ടൈമിംഗിൽ നമ്മൾ അത് ഫിനിഷ് ചെയ്തു. പിന്നെ അത് നമ്മുടെ പ്രോപ്പറായിരുന്നു. ഇത് ഒരു ചെറിയൊരു ഹാൻഡിലിന്റെ ചെറിയൊരു മൈനർ വന്നപ്പോഴത്തേക്ക് അത് ഉടനെ തന്നെ അത് ക്ലിയർ ചെയ്തു. ഓവറോൾ സാറ് സാറ്റിസ്ഫൈഡ് ആണ്. ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായും. നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ഒരു കംപ്ലീറ്റ് ഈ അടച്ചു പൂട്ടുന്നത് പോയിട്ട് ലൈറ്റും എനിക്കിപ്പോൾ സാറിൻ്റെ ഞാൻ ഒരുപാട് വീടുകളിൽ ഫെനസ്റ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ വീടിനകത്ത് കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തൊരു സാധനം സാർ പലയിടത്തും ഗ്രില്ല് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വീട് മൊത്തം ഒരു ലൈറ്റപ്പ് ഉണ്ട്. അവൻ്റെ ബെഡ്റൂമിലൂടെ ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് നോക്കിയപ്പോൾ അവിടെ ഓരോ വിൻഡോ ഉള്ളൂ. ബട്ട് ആ റൂം ഭയങ്കര ലൈറ്റിങ്, കാരണം കൊടുത്തേക്കുന്ന ഓപ്പണിംഗ് സൈസ് വലുതാണ്. അപ്പോൾ അത്രയും ലൈറ്റിങ് നമുക്ക് അകത്തോട്ട് കയറും. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നല്ല രീതിക്ക് ഡിസൈൻ. ആർക്കിടെക്റ്റ് ആയിരുന്നു സാർ? ആർക്കിടെക്റ്റ് ഒരു ഹരിലാൽ. പക്ഷെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എഞ്ചിനീയറാണ് അരുൺ, ഒരു JP അരുൺ എന്ന് പറയും, കൊല്ലത്തുള്ള പുള്ളിയാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഇതിലും പുള്ളിയാണ് കൂടുതൽ പറഞ്ഞത് ഇത് മതി എന്നുള്ള കാര്യം പറഞ്ഞത്. ശരി സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.